ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രത്യേകിച്ച് എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് മലബാരി വ്ളോഗ് ബൈ യൂസഫ് എന്ന എൻ്റെ വ്ളോഗ് സാങ്കേതിക കാരണത്താൽ എനിക്ക് നഷ്ടമായി. ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് മലബാരി വ്ളോഗ് ബൈ യൂസഫ് 2 എന്ന ചാനലാണ്. അതുകൊണ്ട് എനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്തിരുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കല എന്നു പേരായ ഒരു സ്ത്രീയുടെ കൊലപാതകത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ എന്താണ് ആലോചിച്ച് നോക്കുക. കേരളം ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. അതോടൊപ്പം തന്നെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിലാണ് നമ്മളൊക്കെ അറിഞ്ഞിട്ടും കേട്ടിട്ടും വായിച്ചിട്ടുമൊക്കെ ഉള്ളത് ലോകത്ത്. കേരളം അത്രമാത്രം അഭിവൃദ്ധി അർഹിക്കുന്ന അല്ലെങ്കിൽ പേരുകേട്ട സൽകൃത്യങ്ങൾക്ക് പേരുകേട്ട ഒരു രാജ്യം. അതുകൊണ്ടാണ് ആ കേരളത്തിൻ്റെ മഹിമ ഇങ്ങനെ പുറം ലോകത്ത് പോലും ഇത്ര ശ്രദ്ധേയമായത്. ആ കേരളത്തിലാണ് ഇപ്പോൾ തുല്യതയില്ലാത്ത രീതിയിൽ ക്രൈമുകൾ വർദ്ധിച്ചിരിക്കുന്നു. സ്വാഭാവികമായി കുടുംബ ശൈഥില്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആർക്കും ആരെയും വിശ്വാസമില്ല. ആരോടും ആർക്കും ആത്മാർത്ഥതയില്ല. ആർക്കും ആരോടും സ്നേഹമില്ല. വെറും താല്പര്യത്തിൻ്റെ ഒരു ലോകത്ത് അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല, ഒരു സ്വന്തം സഹധർമ്മിണിയായ ഭാര്യയെ ഇല്ലായ്മ ചെയ്തതിന് ശേഷം പിന്നീട് ഈ വ്യക്തി ചെയ്യുന്ന ആ അനിൽ എന്നു പേരായ ഭർത്താവ് അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മകനെ അഥവാ ഈ കരയിലുണ്ടായ മകനെ പോലും അത് തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നിട്ട് ഒരിക്കലും അമ്മ കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ആ മകൻ പറയുന്ന ഒരവസ്ഥ. വേണ്ടത്ര പക്വതയില്ലാത്തൊരു ഡിസേബിൾ മകനാണ്. അതോടൊപ്പം തന്നെ ആ ബന്ധുക്കൾ മുഴുവനും ഒരു 15 കൊല്ലക്കാലം വരെ ഇപ്പോൾ ഈ കൊലയാളികൾക്കിടയിലുണ്ടായ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മാത്രമാണ് സ്വാഭാവികമായിട്ടും ഈ രഹസ്യം പുറത്തു വന്നത്. മാത്രമല്ല, ദൈവം സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ അഥവാ ഈ കുറ്റാന്വേഷണ വിദഗ്ധരായ ഓഫീസർമാർ, ഉദാഹരണം DGP അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ ഒരു കൊലപാതകം ചെയ്താൽ തീർച്ചയായിട്ടും ആ കൊലപാതകം അതിൻ്റെ ചുരുളഴിയും, അതിൻ്റെ കൊലയാളിയെ കണ്ടെത്തുക തന്നെ ചെയ്യും. എന്താണത്? അതിനൊരു പ്രത്യേകതയുണ്ട്. ആത്മാവിനെ ഇല്ലാതാക്കിയാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉടമസ്ഥനായ സൃഷ്ടാവ് ദൈവം അതിൽ ഇടപെടും. അത് വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്. വൈദ് കാല റബ്ബുകൽ മലായികത്തി ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ സൽസാലിം മിൻ നമൈം മസ്നൂൻ ഫനഫഖ്തു ഫീഹി മിർ റൂഹി. അറബിയിൽ അങ്ങനെ പറയുക. എൻ്റെ ആത്മാവിനെ ഞാൻ ആ മനുഷ്യരിലേക്ക് വെച്ച് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കുടികൊള്ളുന്ന, മനുഷ്യരിൽ കുടികൊള്ളുന്ന ആത്മാവ് ദൈവത്തിൻ്റേതാണ്. അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ തന്നെ എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാക്കൾ ഉൾക്കൊണ്ടിട്ടുള്ളവരാണ്. അവിടെ ആർക്കും യാതൊരു വ്യത്യാസവുമില്ല എന്ന് ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ എല്ലാ വേദങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ അത് ശക്തിമത്തായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയൽവാസിയെ വിശ്വാസമില്ല, രാജ്യങ്ങൾക്ക് രാജ്യങ്ങളെ വിശ്വാസമില്ല, കുടുംബത്തിലെ വ്യക്തികൾക്ക് പരസ്പരം വിശ്വാസമില്ല, സുഹൃത്തിനെ വിശ്വാസമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമില്ല, മക്കൾക്ക് പിതാവിനെ വിശ്വാസമില്ല. അങ്ങനെ പരസ്പരം നമ്മൾ വിശ്വാസമില്ലായ്മ ഒരു വലിയ സംഭവമാണ്. ഒരു മനുഷ്യർ തമ്മിലുള്ള വിശ്വാസത നഷ്ടപ്പെട്ടാൽ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാം കഴിഞ്ഞു എന്നതാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ്, മാത്രമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാം എന്ന് പറയുന്ന വ്യവസ്ഥിതിയിൽ ഇസ്ലാം മതത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ചോയ്സ് ഉണ്ട്, അഥവാ ഓപ്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയെ അങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നാൽ അപ്പം തന്നെ നിസ്സാര പ്രശ്നത്തിന് അവളെ ഓടിച്ചു വിട്ട് വിവാഹമോചനം തൊലാക്കിലെത്തുക എന്നതല്ല ഞാൻ പറഞ്ഞത്. പലവട്ടം പല ആളുകളുമായിട്ടും ചർച്ച ചെയ്ത്, കുടുംബങ്ങളിലെ പ്രതിനിധികൾ പരസ്പരം ചർച്ച ചെയ്ത് സ്വാഭാവികമായും വേണ്ട തീരുമാനമെടുത്ത് അത് യോജിപ്പിൻ്റെ മേഖലയിൽ തന്നെ എത്തുക എന്ന ഒരു മനഃശാസ്ത്ര ചിന്താഗതിയാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. സൂറത്തു നൂർ എന്ന് പേരായിട്ടുള്ള 34-ാം അധ്യായത്തിലൊക്കെ ഇത് കാണാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ അതല്ല പറയുന്നത്, അത് നിങ്ങൾക്ക് പരിശോധിക്കാം, വിശുദ്ധ ഖുർആനിലുണ്ട് അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ വിവാഹമോചനം അനിവാര്യമായ ഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് ഒരു ഓപ്ഷൻ അക്കാലത്ത് തന്നെ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് ആ ഭാര്യയുമായിട്ട് ഒത്തുപോകുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഭർത്താവും ഭാര്യയും തമ്മിൽ വേർപിരിയേണ്ടത്
ആവശ്യമാണ് എന്ന് ലോകം തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഖുർആനിൻ്റെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങളെ അവർ സ്വീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ വ്യത്യസ്ത മതങ്ങളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഒന്നാണെങ്കിൽ ഹൈന്ദവ വിഭാഗത്തിൽ ഒന്നാണ് ഏകപത്നി വ്രതം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഇല്ലായ്മ ഇതിനൊരു വലിയ കാരണമാകുന്നു. അപ്പോൾ തനിക്ക് തന്നോടൊപ്പം ജീവിച്ച ഈ ഭാര്യയെ നോക്കണം, എന്തുമാത്രം അത്ഭുതകരവും ദുഃഖകരവും തുല്യതയില്ലാത്ത ക്രൈമുമാണ് ചെയ്തിട്ടുള്ളത്. തൻ്റെ സഹധർമ്മിണി അഥവാ എന്തിൻ്റെ പേരിലായാലും എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ഒരു പുരുഷനെ വിശ്വസിച്ച് സ്നേഹിച്ച് എന്നിട്ട് അയാളോട് കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വിശ്വസിച്ചിറങ്ങിയിട്ടുള്ള ഒരു സ്ത്രീ നോക്കണം. ആ സ്ത്രീയെ പിന്നീട് എന്തെല്ലാം ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും അതിനെ ഇല്ലാതാക്കുന്നു. ഇല്ലാതാക്കിയതിനു ശേഷം ആ സ്ത്രീയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു പരത്തുന്നു. തൻ്റെ ഭാര്യയായിരിക്കെ സൂരജ് എന്ന് പേരായിട്ടുള്ള ഒരു കാമുകനോടൊപ്പം പിന്നീട് 15 കൊല്ലമായിട്ട് പുറത്തുപോയി എവിടെയോ ജീവിക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ബന്ധുക്കളൊക്കെ നെഞ്ഞത്തടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ഈ 15 കൊല്ലക്കാലം ഈ വിശ്വസിപ്പിച്ചിട്ട് അതിൻ്റെ മുമ്പൊന്നും സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പൂച്ചയാണ് പോണതെങ്കിൽ ഒരു നായ കെട്ടഴിഞ്ഞ് പോയാൽ നമ്മൾ സ്വാഭാവികമായിട്ട് കുറേ നാളുകൾ അന്വേഷിക്കും, അല്ലേ? അപ്പോൾ ആ പോയ ഉടനെയാണ് അതിൻ്റെ അന്വേഷണം ഉണ്ടാവേണ്ടത്. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുറ്റവാളികൾ അപ്പം തന്നെ അകത്താകുമായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഈ കുടുംബങ്ങളോ ബന്ധുക്കളോ അതോടൊപ്പം തന്നെ മറ്റു വേണ്ടപ്പെട്ടവരൊന്നും ചിന്തിച്ചില്ല. ഇത്രയേറെ യാതൊരു വിവരവുമില്ലാതെ തൻ്റെ വീട്ടിൽ നിന്ന് തങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഒരാളാണ്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ആ കഥ കള്ളക്കഥ വിശ്വസിക്കത്തക്ക രീതിയിലേക്ക് സ്വാഭാവികമായിട്ടും ഈ സമൂഹം അത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞ പ്രാപ്തിയെ അവർക്കുണ്ടായുള്ളൂ എന്ന് മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും അതിൽ കുറേ പാഠങ്ങളുണ്ട്. മനുഷ്യർ ഇപ്പോൾ പൊട്ടിക്കരയുന്നുണ്ട് ആ സ്ത്രീ ബന്ധു, പക്ഷേ അത് അപ്പോൾ പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമായിരുന്നു. അപ്പം തന്നെ സ്വാഭാവികമായിട്ടും അതുണ്ടായില്ല, ഈ ബന്ധുത്വം വന്ന് കാണിച്ചില്ല. അപ്പം ഞാൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മകനെ കൊണ്ടും അവർ വിശ്വസിപ്പിക്കുന്നതിൽ ഈ കലയുടെ മകനെ കൊണ്ട് എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന കാര്യത്തിൽ ഈ അനിൽ വിജയിച്ചു. അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾക്ക് അങ്ങനെ കഴിയും. അവർക്ക് ഒരു കൊലപാതകം നടത്തി എന്നിട്ട് അതിൻ്റെ തെളിവുകൾ നശിപ്പിച്ചു, എന്നിട്ട് അതൊരു നിരപരാധിയുടെ മേൽ ചാർത്തി, എന്നിട്ട് അത് മറ്റൊരു സ്വന്തം രക്തത്തിൽ പിറന്ന ഈ കലയുടെ മകനെ കൊണ്ട് ആ കള്ള പ്രചരണം ഏറ്റെടുപ്പിച്ചു. അവൻ തന്നെ പറയുന്ന ഒരവസ്ഥയിലേക്ക് അത്രമാത്രം നീച പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ അനിലിനെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ, ഈ സാക്ഷര കേരളത്തിൻ്റെ നന്മ നിറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇത്തരത്തിലുള്ള അവസ്ഥകളാണ് നടക്കുന്നത് എന്ന് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണുള്ളത്. പണ്ടൊക്കെ ഞാൻ വായിച്ചതായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസഫ് എന്ന് പേരായ ഒരു അധ്യായമുണ്ട്. ഖുർആനിലെ 12-ാം അധ്യായത്തിലാണത്. ആ സംഭവത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. സഹോദരങ്ങളോടൊപ്പം ആടിനെ മേയ്ക്കാൻ വേണ്ടി യോസഫ് എന്ന് പറയുന്ന, അഥവാ 2 ജോസഫുമാരുണ്ട്. പൂർവ്വ ജോസഫ് എന്നു പേരായ ജോസഫാണ് ഞാൻ പറഞ്ഞ യാക്കോബിൻ്റെ പുത്രൻ, അഥവാ യാക്കൂബ് നബിയുടെ പുത്രനായ ഈ യൂസുഫ് നബിയെ തൻ്റെ സഹോദരങ്ങൾക്കൊപ്പം പറഞ്ഞയക്കുന്നുണ്ട് ആ പിതാവ്. അങ്ങനെ ആടിനെ മേയ്ക്കാൻ വേണ്ടി പോയതിനു ശേഷം ആ മകനെ ഇല്ലാതാക്കി, അഥവാ ഏതോ ഒരു കിണറ്റിൽ കൊണ്ടിട്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് പിതാവിനോട് വിലപിച്ച് പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അശ്രദ്ധരായിരിക്കെ നമ്മുടെ സഹോദരൻ യൂസുഫിനെ ചെന്നായ ഇല്ലാതാക്കി, ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദികൾ. എന്നിട്ട് ആ ഒരു ചെന്നായയെ പിടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ആ ചെന്നായയുടെ ശരീരത്തിൽ ഈ പ്രവാചകൻ്റെ ഈ അവശിഷ്ടങ്ങളൊക്കെ അങ്ങോട്ട് പുരട്ടി സ്വാഭാവികമായിട്ട് പിതാവിനെ വിശ്വസിപ്പിക്കുന്ന അവസ്ഥ. അപ്പോൾ ആ പിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവദൂതന്മാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ആ ദൈവദൂതനോട് ആ ചെന്നായ സംസാരിച്ചതായിട്ട് പറയുന്നുണ്ട്. ഈ യാക്കോബ് എന്ന് പറയുന്ന പ്രവാചകൻ ഈ ചെന്നായയോട് ചോദിച്ചു പോലും, ചെന്നായ, എൻ്റെ മകനെ അവർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, പക്ഷേ അവനെ എന്തു ചെയ്തു എന്ന് നിനക്കറിയുമോ? അപ്പോൾ ആ നായ പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവദൂതരായിട്ടുള്ള യാക്കോബ്, എനിക്ക് ദൈവദൂതന്മാരെ ഒന്നും തിന്നാനുള്ള കഴിവുകൾ ദൈവം തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. മറിച്ച് കെന്നാനിൽ നിന്ന് കെന്നാനിലേക്ക് വന്നതാണ് ഞാൻ. ഈജിപ്തിൽ നിന്ന് എൻ്റെ സഹോദരനെ കാണാതായിട്ട് ആ സഹോദരനെ തെരഞ്ഞാണ് ഞാൻ കെന്നാനിൽ വന്നത്.
എന്ന് പറഞ്ഞാൽ അത്രമാത്രം സഹോദര ബന്ധമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. അതോടൊപ്പം നിങ്ങൾക്കിടയിലുള്ള ഒരു നല്ല സഹോദരനെ സ്വന്തം സഹോദരങ്ങൾ ഇല്ലാതാക്കിയിട്ട് അത് നിരപരാധിയായ എൻ്റെ മേൽ അതിനെ കുറ്റം ചാർത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലുള്ള ഈ നാട്ടിൽ ഞാൻ നിൽക്കുന്നേയില്ല എന്ന് പറഞ്ഞ് ആ ചെന്നായ അപ്രത്യക്ഷമാകുന്നതാണ് ആ കഥ. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.